ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും സാറാ ബീവിയും ഒരിക്കൽ ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് പോവുകയാണ്. ഈജിപ്തിലെ ഭരണാധികാരി ഒരു സ്ത്രീ ലംബടനാണ്. സ്ത്രീകളോട് ലൈംഗികപരമായിട്ട് പെരുമാറുന്ന ഒരു ഭരണാധികാരിയാണ് ഈജിപ്തിലെ ഭരണാധികാരി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും സാറാ ബീവിയും ഈജിപ്തിലെത്തിയപ്പോൾ ഈജിപ്തിലെ കൊട്ടാരത്തിലേക്ക് രാജാവ് ക്ഷണിച്ചു. രാജാവ് നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ ലംബടനായതുകൊണ്ട് തന്നെ ഈജിപ്തിലേക്ക് വരുന്ന അന്യരാജ്യത്തു നിന്നും ഈജിപ്തിലേക്ക് വരുന്ന സ്ത്രീകളെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കാൻ രാജാവ് തുനിയുമായിരുന്നു. അങ്ങനെ രാജാവ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൊട്ടാരത്തിൻ്റെ പുറത്ത് നിർത്തി. സാറാ ബീവിയെ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് രാജാവിൻ്റെ പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുവന്നു. എന്തിനായിരുന്നു? സ്ത്രീലമ്പടനായ രാജാവ് സാറാ ബീവിയെ ഒന്ന് ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു. അതായിരുന്നു ആഗ്രഹം. പക്ഷെ അത് സാധിച്ചില്ല. സാറാ ബീവിയുടെ അടുത്തേക്ക് ആദ്യം വന്നപ്പോൾ, തൊടാൻ വേണ്ടി വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ബോധരഹിതനായി ഈജിപ്തിലെ ഭരണാധികാരി നിലത്ത് വീഴുകയാണ്. ബോധം വന്നു. വീണ്ടും അദ്ദേഹം എഴുന്നേറ്റു സാറാ ബീവിയെ ലൈംഗികമായി ഉപയോഗിക്കാൻ വേണ്ടി വീണ്ടും അടുത്തേക്ക് വന്നു. അങ്ങനെ മൂന്നാമതും ഈ ഭരണാധികാരി സാറാ ബീവിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി, ഈ പെണ്ണ് ഒരു സാധാരണ പെണ്ണല്ല, എന്തോ ഒരു പവർ ഈ പെണ്ണിനുണ്ട്. അങ്ങനെ സാറാ ബീവിയെ കൊട്ടാരത്തിൻ്റെ പുറത്തേക്ക് വിടുകയാണ്. കൊട്ടാരത്തിൻ്റെ പുറത്തേക്ക് മാത്രമല്ല, ഈജിപ്തിൽ നിന്നും അവരുടെ നാട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കുകയാണ്. കൂടെ ഹാജറ എന്ന ഒരു അടിമയെയും കൊടുത്തയക്കുകയാണ്. ഈ സംഭവം എല്ലാവർക്കും അറിയുന്നതാണ്. എന്നിരുന്നാലും ചെറിയ എപ്പിസോഡുകളായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. വിരോധമില്ലെങ്കിൽ കൂടെ കൂടാം. വീണ്ടും കാണാം.